നമസ്കാരം. ബുധനും ശുക്രനും ഒന്നിച്ച് ലക്ഷ്മി നാരായണ യോഗം രൂപീകരിക്കുകയാണ്. രാജയോഗങ്ങളിൽ വളരെ ശുഭകരമായതായ ഈ യോഗം ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്ന രാശിക്കാർക്ക് സ്വപ്നതുല്യമായ നേട്ടങ്ങളാണ് സമ്മാനിക്കുക. ശുക്ലപക്ഷത്തിലെ സപ്തമി തിഥിയായ ഇന്ന് കാളരാത്രിക്ക് സമർപ്പിച്ചിരിക്കുന്ന ദിവസം കൂടിയാകുന്നു. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഈ സൗഭാഗ്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസമാണ്. ചന്ദ്രൻ മിഥുനം രാശിയിൽ സഞ്ചരിക്കുകയും ചൊവ്വയുമായും വ്യാഴവുമായും അനുകൂലമായ സംയോഗം വരുത്തുന്നതിലൂടെ ശുഭകരമായ ദുരിദ്വാര യോഗം രൂപപ്പെടുകയും ചെയ്യുന്നു. കൂടാതെ തിരുവാതിര നക്ഷത്രവും ശോഭനയോഗവും ഇന്നേ ദിവസം രൂപം കൊള്ളുന്നതുമാണ്. ഇന്നേ ദിവസം ചില രാശിക്കാർക്ക് പ്രധാനമായും ചില സൗഭാഗ്യങ്ങൾ വന്ന് ചേരുന്നതായ ദിവസമാണ്. അതിനാൽ ഇന്നേ ദിവസം മുതൽ 2 ദിവസം കൂടുതലായും അനുകൂലമായ ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് തേടിയെത്തുക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും സമ്പത്തിന്റെ അധിപനായ സാക്ഷാൽ കുബേരദേവനെ ഒരു നിമിഷം വന്ദിക്കുക. കുബേരദേവന്റെ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഓം കുബേരായ നമ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ മേടം രാശിയിൽ വരുന്നു. മേടം രാശിക്കാർക്ക് വരുന്ന 2 ദിവസങ്ങൾ കൂടുതൽ ഗുണകരമായി ഭവിക്കാം. പല വഴികളിലൂടെയും നേട്ടങ്ങൾ, ശുഭവാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, അത്തരത്തിലുള്ള അവസരങ്ങൾ കടന്നു വരാം. കരിയറുമായി ബന്ധപ്പെട്ട് പലവിധ പുരോഗതിക്കും സഹായകരമായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ശ്രദ്ധേയമായ അവസരങ്ങൾ വന്നു ചേരാം. ജോലി മാറ്റം ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഉത്സാഹകരമായ വാർത്തകൾ നിങ്ങളെ തേടിയെത്താം. സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പിന്തുണ ആർജിക്കുവാൻ സാധിക്കും. അത് സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടാകാം, സുഹൃത്തുക്കളോ, വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ പങ്കാളിയുമായി ബന്ധപ്പെട്ടോ ആകാം. വളരെ കാലമായി നിങ്ങളെ അലട്ടുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയോ അല്ലെങ്കിൽ ചില ആഗ്രഹങ്ങൾ നടക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരികയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങൾക്കും പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുന്നതിനാൽ ആശ്വാസം, സമാധാനം, സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കഴിവുകൾ തെളിയിക്കുക, കഴിവുകൾ മറ്റുള്ളവർക്ക് മുൻപിൽ പ്രദർശിപ്പിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ആശയവിനിമയ കഴിവുകൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. ബുദ്ധി കൊണ്ട് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാണ്. ഭാഗ്യം തുണയ്ക്കുന്ന സമയമാണ്. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ വന്നു ചേരാം. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യകാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് വരുമാന വർധനവിന് അവസരങ്ങൾ വന്നു ചേരാം. ശ്രദ്ധയോടെ അതിനാൽ കാത്തിരിക്കുക. അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. 2 ദിവസങ്ങൾ കൂടുതലായും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. സന്തോഷകരമായ നിമിഷങ്ങൾ, ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. പുരോഗതിക്കുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ പല വ്യക്തികളും മേലുദ്യോഗസ്ഥരും നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് പ്രശംസ നേടിയെടുക്കുകയോ ചെയ്യാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും വിജയ സാധ്യത നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ്. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. ആ തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. പല കാര്യങ്ങൾക്കും ധനം മാറ്റിവെക്കുവാനുള്ള അവസരം അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കുള്ള ധനം അല്പം ടെൻഷൻ ഉണ്ടാകും എങ്കിൽ പോലും ആ കാര്യങ്ങൾ നടന്നു പോകാം. അതിന് ആവശ്യമുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരാം. അത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയം തന്നെയാകുന്നു. പങ്കാളിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ നിമിഷങ്ങൾ,
സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. തുലാം രാശിയിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഈ 2 ദിവസങ്ങളിൽ ഇവർക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുക. ഭാഗ്യം തുണയ്ക്കും. ഭാഗ്യം നിങ്ങളുടെ പക്ഷത്തായിരിക്കും. അതിനാൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ അത് വിജയമോ ധനപരമായ നേട്ടങ്ങൾക്കോ സഹായകരമായി തീരും. സാമ്പത്തിക ലാഭം നേടിയെടുക്കാം. ധനപരമായ ആവശ്യങ്ങളുള്ള സമയമാണ്. അതിൽ പല ആവശ്യങ്ങളും നടക്കാം. ടെൻഷൻ അടിക്കേണ്ടതായി വരും എങ്കിൽ പോലും കാര്യങ്ങൾ നടന്നു പോകും. ധനം നിങ്ങളുടെ കൈവശം അത് സഹായമാണ് എങ്കിൽ പോലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അച്ഛൻ വഴിയോ അല്ലെങ്കിൽ അമ്മ വഴിയോ സഹോദരങ്ങൾ വഴിയോ അല്പം പിന്തുണ നേടിയെടുക്കുക. ധനപരമായ നേട്ടങ്ങൾ പ്രധാനമായും സഹായം നൽകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സംഘർഷങ്ങൾ ഒരല്പം കുറയ്ക്കുവാൻ സാധിക്കും. പുതിയ ജോലിക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. അത്തരം കാര്യങ്ങൾക്കായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കുടുംബ ജീവിതം സന്തോഷകരമായി തീരാം. പല പ്രശ്നങ്ങളും തരണം ചെയ്ത് അല്ലെങ്കിൽ ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രണയവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ, ഓർത്തുവയ്ക്കുവാൻ സാധിക്കുന്ന നിമിഷങ്ങൾ, സഹായങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. പൊതുവിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. ധനു രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം, ആദ്യകാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ധനുരാശിക്കാർക്ക് അനുകൂലമായ ദിവസങ്ങൾ തന്നെയാണ് 2 ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുവാൻ സാധിക്കുക. പ്രധാന പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കാം. ചില സൗഭാഗ്യങ്ങൾ ഈ 2 ദിവസങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേരാം. അത് ജോലിസ്ഥലവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ ആകാം. പിന്തുണ ലഭിക്കാം. സഹപ്രവർത്തകരുടെ പിന്തുണയാകാം. സാമ്പത്തികപരമായ അല്പം നേട്ടങ്ങൾ, സാമ്പത്തിക ആവശ്യങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റുവാൻ സാധിക്കുക. ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമായ ചില പ്രവൃത്തികൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഭാഗ്യവും നേട്ടവും നൽകുവാൻ സാധിക്കുന്ന പല പ്രവൃത്തികളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. ഗുണകരമായ അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം വരുമാനവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായ വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബജീവിതത്തിൽ സ്നേഹവും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളും വന്നു ചേരും. പങ്കാളിത്ത സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ പല കാര്യങ്ങളിലും സമാധാനം വന്നു ചേരുന്ന സമയമാകുന്നു. ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള ധനം വന്നു ചേരുക. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക. കൂടാതെ പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുക. കൂടാതെ പല വ്യക്തികൾക്കും ഒപ്പം നിൽക്കുന്ന വ്യക്തികൾക്ക് പോലും നേട്ടങ്ങൾ നൽകുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ നിമിഷങ്ങൾ വന്നു ചേരാം. പൊതുവിൽ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം, അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രക്കാർ. ഈ 2 ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്. ശ്രദ്ധേയമായ കാര്യങ്ങൾ സംഭവിക്കാം. പലവിധ കാര്യങ്ങളും അനുകൂലമായി തീരാം. ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ, നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിക്കും. നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമാകാം. സാമ്പത്തിക നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ലാഭകരമായ ചില പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. കുട്ടികളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. കൂടാതെ ഈ സമയം ദമ്പതികൾക്കിടയിൽ ഐക്യം വർദ്ധിക്കാം. സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കും. ധനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധനം അല്പം ടെൻഷൻ ഉണ്ടാകും എങ്കിൽ പോലും പല കാര്യങ്ങളിലൂടെയും വന്നു ചേരാം. സഹായമായി പോലും ധനം ലഭിക്കാം. പല കാര്യങ്ങളിലും വിജയങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പല കാര്യങ്ങളിലും പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. കൂടാതെ ഈ സമയം കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ, ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം.
കൂടാതെ ഈ സമയം സന്തോഷകരമായ നിമിഷങ്ങൾ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടോ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. പല കലഹങ്ങളും ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ ഭാഗ്യം തുണയ്ക്കുന്ന 2 ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്.